എന്റെ ബ്രദറിന്റെ കാര്യത്തിൽ എന്തായിരുന്നു തെറ്റിദ്ധാരണ? ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും തിരുത്തിക്കൂടെ? എപ്പോൾ ക്രൈസിസ് ഉണ്ടായാലും സുപ്പീരിയേഴ്സിന് ഒരു ബലിയാടിനെ കിട്ടും മുന്നിൽ നിർത്താൻ. അത് തന്നെയാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. എൻ്റെ പഴയ ബോസ് IG പശുപതിയുടെ മകൾ രാജിയെ സന്തോഷ് കോളേജിൽ വെച്ച് റാഗ് ചെയ്തതും ബോസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സന്തോഷിനെ ഞാൻ കസ്റ്റഡിയിലെടുത്തതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സന്തോഷിനെ ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. രാജി നടന്ന സംഭവത്തെ കുറെ എക്സാഗ്രേറ്റ് ചെയ്തതാണ്. എങ്കിലും അവളോട് മാപ്പ് പറയാം എന്ന് സന്തോഷ് സമ്മതിച്ചു. ഇവിടുന്ന് അങ്ങോട്ടാണ് തെറ്റിദ്ധാരണയുടെ തുടക്കവും ഞാൻ ബലിയാടായതും. സന്തോഷിൻ്റെ സഹോദരി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്. ആ സോഫ്റ്റ് കോർണർ വെച്ച് സന്തോഷ് ചെയ്തത് ഞാൻ ലൈറ്ററായി കണ്ടുവെന്ന് സഹപ്രവർത്തകരോടൊപ്പം IG-യും വിശ്വസിച്ചു. അവർക്കൊരു മാപ്പ് മാത്രം പോരാ, പിന്നെ നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അടികൊണ്ട് റോഡിൽ കിടന്ന സന്തോഷിനെ ആരോ ഹോസ്പിറ്റലിൽ എത്തിച്ച വിവരം നാട്ടുകാരോടൊപ്പമാണ് ഞാനും അറിയുന്നത്. IG-യുടെ നിർദ്ദേശമനുസരിച്ച് മറ്റുള്ള ഉദ്യോഗസ്ഥർ അവനെ മർദ്ദിച്ചതാണോ, രാജിയുടെ സഹോദരനും കൂട്ടുകാരും ചേർന്ന് അത് ചെയ്തതാണോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതൊന്നും തെളിയിക്കാൻ എൻ്റെ പക്കലൊന്നുമില്ല. ഞാനത് ചെയ്തതെന്ന് എല്ലാവരെയും പോലെ നിങ്ങളും തെറ്റിദ്ധരിച്ചു. എന്തുകൊണ്ട് ഇതൊന്നും അന്ന് തന്നെ പറഞ്ഞില്ല? എന്തുകൊണ്ട് മധു എന്നോടത് ചോദിച്ചില്ല? എല്ലാവരും കൂടെ എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചില്ലേ? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കാണാൻ കൂട്ടാക്കിയോ? എന്നോട് സ്നേഹമൊക്കെയാണ് അദ്ദേഹത്തിന്. പക്ഷേ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. മധു തെറ്റിദ്ധരിച്ചതിന് പിന്നിലും അതല്ലേ കാരണം? സന്തോഷ് ഈസ് മോർ ദാൻ മീ ടു യു, സോ യു ബിലീവ്ഡ് ഇറ്റ്. ബാബുക്ക, ബാബുക്ക വാതിൽ തുറക്ക്. ബാബുക്ക, ഇതാ സാറേ ബുക്കും പേപ്പറും. പടച്ചവും പോലും കണ്ടുപിടിക്കൂല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബുക്കാണെന്ന്. ടാക്സ് ഇൻഷുറൻസും ഒക്കെ പക്കയാ. ഇനി എത്ര വണ്ടി വേണ്ടി വരും സാറേ? 3-4 വേണം. എല്ലാം പഴയത് തന്നെ വേണോ? അതെ. ആ, ഒക്കെ മാരുതിയാണോ? അതെ. അല്ല, ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാ പൊളിച്ചു വയ്ക്കാനോ മറിച്ചു വയ്ക്കാനോ ആണെങ്കിൽ മാരുതിയേക്കാൾ നല്ല വണ്ടികൾ പഴയത് വേറെ ഉണ്ട്. അങ്ങനെ വല്ലതും നോക്കണോ? വേണ്ട. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഈ യൂസഫിനോട് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങാം സാറേ. ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ചോദ്യമോ അഭിപ്രായമോ ഒന്നും പാടില്ല എന്ന്. മനസ്സിലായി, ഇനി ഉണ്ടാവില്ല. അതാണ് സാർ പറയുന്ന ദേവസി. യൂസ്ഡ് കാറുകളുടെ കച്ചവട, ഒപ്പം കണ്ടം ചെയ്ത കാറുകൾ പൊളിക്കാനായിട്ട് വാങ്ങി വെക്കുന്ന പണി കൂടെ ഉണ്ട് പുള്ളിക്ക്. കഴിഞ്ഞ ദിവസം 8 പഴയ മാരുതി കാറുകൾ പുള്ളി ഒറ്റ പാർട്ടിക്ക് വിറ്റു. അതെനിക്ക് സംശയം തോന്നിയത്. ആർക്ക് വിറ്റു? അതാ സാർ പ്രശ്നം. ആളെ കണ്ടാ പുള്ളിക്കറിയാം, മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നാ പറഞ്ഞ. ആ പറച്ചിൽ ശരിയല്ലല്ലോ. എത്ര കാറാ താൻ വിറ്റത്? എത്ര? 8. താനെന്താ നിലത്ത് നോക്കി സംസാരിക്കുന്ന? മുഖത്ത് നോക്കി സംസാരിക്കടോ. ആർക്കാ താൻ കാർ വിറ്റത്? അതൊന്നും അറിയില്ല സാർ. ആ ഗഡിയുടെ മുഖം കണ്ടാലറിയാന്നല്ലാണ്ട് പേരും മേൽവിലാസവും ഒന്നും ഞാൻ ചോദിച്ചില്ല. ഇവിടെ മുഖത്ത് നോക്കി പറയടോ. 1, 2 അല്ല, 8 കാറുകളാ വാങ്ങിയത് ഒരാൾ. എന്നിട്ടും താൻ ചോദിച്ചില്ലേ ആൾ ആരാണെന്നും എന്തിനാ ഇത്രയും കാറുകൾ വാങ്ങിയതെന്നും? ഷോറൂം കച്ചവടം ഒന്നും അല്ലല്ലോ ഇവിടെ. ഏതെങ്കിലും ഇടിച്ചതോ തൊഴിച്ചതോ ആയിട്ടുള്ള വണ്ടികൾ ലേലം കൊണ്ടോ ആക്രി വിലയ്ക്ക് വാങ്ങിയതാണ് ഇവിടെ കച്ചവടം. അത് വാങ്ങാൻ വരുന്ന ഗഡിയുടെ ഊരോ പേരോ ജാതകോ എന്തിനാ സാറേ വെറുതെ നമ്മൾ അന്വേഷിക്കണേ? കിട്ടുന്ന ചില്ലറ വാങ്ങി സാധനം തലേന്ന് ഒഴിവാക്കാന്നല്ലാണ്ട് കൂടുതൽ തിരക്കാൻ നിന്ന വേറെ ഉണ്ട് കച്ചവടക്കാര്. ആളങ്ങോട്ട് പോവും, നമ്മുടെ കച്ചവടം കട്ടപ്പുറത്ത്. അങ്ങനെ വേണ. ഈ വിറ്റ 8 വണ്ടികൾക്കും RC ബുക്കും സെയിൽ ലെറ്ററും ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കച്ചവടമല്ലേ സാറേ? പൊളിക്കുന്ന വണ്ടിക്ക് എന്തിനാ കടലാസ്? തോമസേ, ഇവനെ വണ്ടി കയറ്റേ. അയ്യോ സാറേ, സെന്റ് തോമസ് സത്യമായിട്ടൊന്നും അറിയാത്തതുകൊണ്ടാ ഞാൻ പറയാത്തത്. പേരും വിലാസം ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിരുന്നെങ്കിൽ അവൻ ഇപ്പൊ സിമിത്തേരിയിൽ കുഴിക്കകത്ത് കിടന്നാലേ. അത്രയ്ക്ക് ദണ്ണുണ്ട് സാറേ എനിക്ക്. ആ പോർക്ക് എന്നോട് ചെയ്ത ചെയ്തിന് സാറിന് അറിയോ? അവൻ എന്നെ ശരിക്കും പറ്റിച്ചു. തന്ന കാശ് കുറെ കള്ളനോട്ട്. അവനെ കുറിച്ച് എന്തെങ്കിലും അറിയായിരുന്നെങ്കിൽ ഞാൻ ഇതും ചുമന്നുകൊണ്ട് നടക്കുവോ? ഞാൻ ഇനി എന്താ ചെയ്യാ സാറേ? ഒരു വൈൽഡ് ഹണ്ട് തന്നെ വേണം മാരുതി കാറുകൾക്ക് വേണ്ടി. അലേർട്ട് ഓൾ, ഹൈവേ പെട്രോൾ, റൂറൽ സ്റ്റേഷൻസ് ആൻഡ് ചെക്ക് പോസ്റ്റ്. സംശയം തോന്നിയ ഡ്രൈവറെ വണ്ടി കസ്റ്റഡി എടുക്കാൻ പറയും. സർജന്റ്, പാസ് മെസ്സേജ്. സർ
തോമസ് ചെക്ക് ദ വെഹിക്കിൾ. സർ. ആരാ ഇത് ചെയ്തത്? ഞാനാണ് സാർ. ഇതുവഴി ഓടിച്ചു വന്ന മാരുതി കാർ ചെക്ക് ചെയ്യാൻ തടഞ്ഞപ്പോ ഈ നായന്റെ മോൻ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഞാൻ വിട്ടില്ല സാർ. ഒരു റൗണ്ട് ഞാൻ ശരിക്കങ്ങ് തീർത്തു. നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജിൽ പ്രത്യേകം പറഞ്ഞിരുന്നില്ലേ സംശയം തോന്നുന്ന മാരുതിയോടൊപ്പം ഡ്രൈവറെയും ജീവനോടെ പിടികൂടണമെന്ന്? ഇവൻ ഓടിയാ പിന്നെ എന്ത് ചെയ്യണം സാർ? പറ. എന്തുകൊണ്ട് കാലിന് വെടി വെച്ചില്ല? ഓ, ആ സിറ്റുവേഷനിൽ കൈയും കാലും തലയും നോക്കി ഷൂട്ട് ചെയ്യലും നടക്കില്ല സാറേ. അല്ലെങ്കിൽ ഇവനൊക്കെ ചാവേണ്ടനാ സാറേ. റാസ്കൽ, ഇതുകൊണ്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ് തനിക്കറിയാം? ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാ ഇന്ന് ഈ സംസ്ഥാനം. അതിൽ നിന്ന് ഈ നാടിനെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തെളിവിനെയാ താൻ ബുള്ളറ്റ് കൊണ്ട് അഭിഷേകം ചെയ്തിട്ടിരിക്കുന്നത്. നിന്നെ പോലുള്ള ഒരു ലോക്കപ്പിൽ വെച്ച് നെഞ്ചിടിച്ച് കലക്കി കൊന്നിട്ടുള്ളതിന്റെ അപമാനം മുഴുവൻ ഡിപ്പാർട്ട്മെന്റ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അറിയാതെ എനിക്ക്. സാർ എന്തിനാ ചൂടാവുന്നത്? ചത്ത സാറിന്റെ അളിയനൊന്നും അല്ലല്ലോ. സർ, താൻ എന്താണ് എന്റെ സി ചെയ്തത്? ചെയ്ത കണ്ടില്ലേ, പിന്നെന്തിനാ ചോദിക്കുന്നത്? ചോദിച്ചതിന് ഉത്തരം പറയണോ? തോന്നി അടിച്ചു. തർക്കുത്തരം പറയുന്നു. താൻ ഇതിന് അനുഭവിക്കും. തന്റെ തൊപ്പി യൂണിഫോം ഊരി ഞാൻ വെപ്പിച്ചില്ലെങ്കിൽ താൻ കണ്ടോ? സർ, ഒരു മിനിറ്റ്. ഊരലും വെക്കലും ഒക്കെ ഞാൻ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാ. ഇനി സാറിന് ആ പണിയാൻ വലിയ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. കോട്ടേഴ്സിലോട്ട് വന്നാൽ മതി. നിർത്തണ! ആരുടെ പതിനാറ് കാണാനാ? എടുത്തു മാറടാ! എടുത്തു മാറ്റാനല്ലേ പറഞ്ഞത്? ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ ആചാര്യം. പരന്തൻ വിറ്റ ആകെ 8 മാരുതി കാറുകളിൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ബാക്കി കാറുകൾ സ്റ്റേറ്റിന്റെ മറ്റേതെല്ലാം ഭാഗങ്ങളിലാണ് പോയിട്ടുള്ളത്? 8 കാറുകൾ കൂടാതെ വേറെ കാറുകളുണ്ടോ? കൊല്ലപ്പെട്ട ഡ്രൈവറുടെ ദൗത്യം എന്തായിരുന്നു? ആരാണ് അയാളെ കാർ ഏൽപ്പിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമായിരുന്നു ആ ഡ്രൈവർ ജീവിച്ചിരുന്നെങ്കിൽ. ലെറ്റ് മീ ബി ഫ്രാങ്ക് സർ, റൂറൽ എസ് പി ആയ അങ്ങയുടെ കീഴുദ്യോഗസ്ഥർ അവിടെ ചെയ്തത് വാസ് എ റെക്ലെസ് ആൻഡ് ഇഡിയോട്ടിക് ആക്ട് തന്നെയാണ്. ഏറ്റവും വിലപ്പെട്ട തെളിവില്ലാതായതിന്റെ വിഷമത്തിൽ ഞാൻ അല്പം നിയന്ത്രണം വിട്ടു എന്നുള്ള സത്യമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നിന്ദ്യവും നീചവുമായ പെരുമാറ്റമൊന്നും എന്നിൽ നിന്നുണ്ടായിട്ടില്ല. പിന്നെയും താൻ ഈ മറുപടി തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചോദ്യം തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. നിയന്ത്രണം വിടുക എന്ന് പറഞ്ഞ വായി തോന്നുന്ന തെറി പറയാണോ? വായി തോന്നിയ തെറി പറയണമായിരുന്നു, അത് പറഞ്ഞില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. അഹങ്കാരിയാണ് താൻ. അതെപ്പോഴാണോ സാറിന് മനസ്സിലാകുന്നത്? SP നായർ പരാതി പറഞ്ഞപ്പോ കേട്ടു, അതപ്പൊ തന്നെ വിട്ടു. ഫർഗെറ്റ് ഇറ്റ്. തന്നോട് മറ്റൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട്. കേൾക്കുമ്പോ തനിക്കകത്ത് ഇഷ്ടമാവില്ല. ഇഷ്ടമാവാത്ത കാര്യങ്ങളാണെ പറയണ്ട സാർ. എനിക്കറിയാം സാർ എന്താണ് പറയാൻ തുടങ്ങുന്നതെന്ന്. ഇതിനു മുമ്പും മോനെ പൊന്നെ കുട്ടാന്നൊക്കെ വിളിച്ച് സാർ എന്നെ മയക്കിയിട്ടുണ്ട്. ഞാനൊരു മണ്ടൻ അതൊക്കെ കേട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇനി നടക്കില്ല സാർ. 12-ൽ 11 റൗണ്ടും കഷ്ടപ്പെട്ട് ഓടി ഞങ്ങൾ കുറെ പേർ. 12ാമത്തെ ലാപ്പ് മാത്രം അനായാസ ഓടി കപ്പ് വാങ്ങാൻ ഡൽഹിയിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരണ്ട. IB, CBI, റോ, SPG അല്ല, വരുന്നവർ ഏത് ഇൻഷിൽപ്പെട്ടവരായാലും അന്വേഷണം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മേലധികാരികളെ ധിക്കരിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ ഷോ കോസ് നോട്ടീസ് നൽകാം, സസ്പെൻഡ് ചെയ്യാം, അല്ലെ ഡിസ്മിസ് ചെയ്താൽ പോലും അന്വേഷണം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ആണും പെണ്ണും കെട്ടവരാക്കരുത് സാർ. ഐ അണ്ടർസ്റ്റാൻഡ്. ഹോം മിനിസ്റ്ററും DGPയും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലടോ. തീരുമാനമാകാത്ത കാര്യം സാർ എന്നോട് എന്തിനാ പറയുന്നത്? പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് തന്നെയാ എന്റെയും. അത് എന്നോടല്ല പറയേണ്ടത്, അവരോടാണ്. ഹോ, തന്നോട് ഒരു കാര്യം പറഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ. നിന്നുകൊണ്ടല്ല സാർ, ഇപ്പൊ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. യു ആർ ക്രേസി. കിട്ടിയ ഒരു തെളിവ് നഷ്ടപ്പെട്ടു. ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും? അവൈലബിൾ ആയിട്ടുള്ള ചില തെളിവുകൾ നിസാം മുഹമ്മദ് ഹാജിക്കെതിരെയാണ്. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡി കിട്ടണം, ചോദ്യം ചെയ്യാൻ. ബഹുമാന്യനായൊരു സമുദായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാന്ന് വെച്ചാൽ താൻ ഒരിക്കലും അയാളെ ചോദ്യം ചെയ്തല്ലേ? അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ. അത് പോരെ സാർ, കസ്റ്റഡി തന്നെ കിട്ടണം. ആ മാന്യത മറയാണോ എന്ന് എനിക്കറിയണം. ഹോം മിനിസ്റ്ററും DGPയുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ.
ഗീവ് മീ 24 hours. Fine. Fine, sir. The day is 6th of December. We are running short of time. Let me remind you, sir.